മാതാപിതാക്കളുള്ള നമ്മുടെ സമീപനം 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ 23-ാമത്തെ വചനം. വഖല്ലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വഖല്ലാ റബ്ബുക, നിങ്ങളുടെ നാഥൻ നിങ്ങളോട് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ, അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും ഇബാദത്ത് ചെയ്യരുത്. ഒബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. തുടർന്ന് നിങ്ങൾ അവരോട് നല്ല രീതിയിൽ പെരുമാറണം. എന്ന വാക്കുപോലും പറയരുത് എന്നൊക്കെയുള്ള വർത്തമാനങ്ങളാണ് അല്ലാഹ് പറയുന്നത്. ഈ വിഷയത്തിൽ തന്നെ മാതാപിതാക്കൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറയുന്നു മാതാപിതാക്കളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ നേട്ടമാണ് നിങ്ങൾ മനസ്സിലാക്കണം. പലർക്കും, ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന പലർക്കും ഒരു പക്ഷേ ഇപ്പം തോന്നുന്നുണ്ടാവും, തങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ തങ്ങൾ നന്നായി നോക്കിയേനെ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പം മാതാപിതാക്കളുള്ള ആളുകൾ ആ സുവർണ അവസരം നഷ്ടപ്പെടുത്താതെ, കുറേയൊക്കെ പ്രയാസമുണ്ട്, മാതാപിതാക്കളെ അന്വേഷിക്കാൻ വലിയ പ്രയാസമുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് പടച്ചാമ്പുരാൻ ഇത് വലിയ പ്രശ്നമാകുമെന്ന് കണ്ടിട്ടായിരിക്കണം വിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞതുപോലെ പലതും പറയേണ്ടടുത്ത് അതൊന്നും പറയാതെ അല്ലാഹ് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട കാര്യം ഏതാണ്ട് 9 അധ്യായങ്ങളിലായിട്ട് 7 സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളോട് മാന്യമായി പെരുമാറേണ്ടതിൻ്റെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ തൻ്റെ വീട്ടിലുള്ള മാതാപിതാക്കളുള്ള തങ്ങളുടെ സമീപനം എന്താണ്? നമ്മളൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം.